ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളെ രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അന്നത്തെ പോലെ തന്നെ ഒരു കാർ ബുക്ക് ചെയ്യാൻ പോവാണ്. ബുക്ക് ചെയ്യാൻ വെച്ചാൽ ഞാനൊരു BM വാങ്ങിയിരിക്കണം. അതിനി അവിടെ കൊടുത്തൊന്ന് മോഡിഫൈ ചെയ്യണം. മോഡിഫൈ ചെയ്യാൻ ബുക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ മറ്റേ ആദ്യം വാങ്ങിയ BM അല്ല, അതിൻ്റെ ഗ്യാരേജിലാണ് അവിടെ എടുത്ത് വെച്ചേക്കണം. അത് 10 രൂപയ്ക്കകത്തോടെ അവിടെ വെച്ചതാണ്. അപ്പോൾ നമുക്ക് ആ BM എടുക്കാൻ അന്ന് നമ്മൾ ആ വണ്ടി എടുത്ത ആ ഷോറൂമിൽ തന്നെയാണ്. അവിടെ ഷോറൂമും ഉണ്ട്, ഇങ്ങനെ മോഡിഫൈ ചെയ്യണതുകൊണ്ട് കേട്ടോ. നമുക്ക് നേരെ ഷോറൂമിലേക്ക് പോവാം. ഈ സ്ഥലം പിന്നെ നല്ല പ്രകൃതിപരമായിട്ടുള്ളൊരു സ്ഥലമാണ്. പിന്നെ ഞങ്ങൾ വിചാരിക്കുന്നത് ഇതേതാ വണ്ടി ഡിഫൻഡർ. ഇത് നിങ്ങൾ ആദ്യത്തെ വീഡിയോയിൽ ഇത് കണ്ടിട്ടുണ്ടാവില്ല. വേറെ കുറേ വണ്ടികളുണ്ട് ഗ്യാരേജിൽ എടുത്ത് വെച്ചാണ്. അപ്പോൾ ഇതൊന്നും ഫ്യൂൽ അടിക്കാൻ തീരില്ല. തിരിയുണ്ട് ഫുൾ ടാങ്ക് ആക്കാം. പൈസ അങ്ങനെ ഇരിക്കല്ലേ, പിന്നെ ഫുൾ ടാങ്ക് ആക്കിയിട്ടുണ്ട്. ഒന്ന് വേഗം അടിച്ചു കൊടുക്കും നമ്മ. ടാങ്ക് വെള്ളമായിട്ടും കൂടെ ഒറ്റടിയിൽ കിട്ടൂല. പോവാം. ഡിഫൻഡർ പോലത്തെ പച്ചേറോ എടുത്ത് വെച്ചിങ്ങനെ പോളോ ഉണ്ട്. പോളല്ല, ഗോൾഫ് കിട്ടും. നമ്മളെ ഓട്ടോമോട്ടീവ് ഷോപ്പ് എത്തിക്കുന്ന മോളുണ്ട്. ഓട്ടോമോട്ടീവ് ഷോപ്പും ഉണ്ട്, കാർ സെയിലുണ്ട്. അന്ന് ഒരു വണ്ടി ഉള്ളിൽ കയറ്റി നോക്കാം. ഒന്ന് കയറ്റി വെക്കാം. കയറ്റാൻ പറ്റില്ല കേട്ടോ, സോറി. ബാക്ക് തരാൻ ഇടുക്കിനെ പോലെ തോന്നിയ ഷെഡ്സൊന്നുമില്ല. വണ്ടി ഓഫായത്. ഡിഫൻഡറിൻ്റെ ഏതാ ലുക്ക്, ആ റെഡ് ലൈറ്റൊക്കെ ഏതാ. അപ്പം നമുക്ക് പോയി ബുക്ക് ചെയ്തിട്ട് വരാം. ആ റെഡ് ലൈറ്റൊക്കെ ആയിട്ട് വണ്ടി നല്ല രസമുണ്ട്. ഇഷ്ടപ്പെട്ട ഒരു കമൻറ്റ് കേട്ടോ. ഈ ഡിഫൻഡറും ആളില്ലേ. ആളില്ലേ. ആളില്ല ഒന്ന്. ഇവരിത് തുറന്നിട്ട് വണ്ടിയൊക്കെ എടുത്തുണ്ടോല്ലേ. ആളിവിടെ റൂമിലിട്ട് പോയിരുന്നോ. പേസ് നമുക്ക് എന്നാലിവിടെ പിന്നെ വൈകുന്നേരമൊക്കെ പോയി നോക്കാം. നമ്മൾ വീട്ടിലേക്ക് തന്നെ പോവാം. ആ മുമ്പത്തെ വൈറ്റ് ലൈറ്റ് കളറൊന്ന് മാറ്റാൻ പറയാം. വേറെ ഏതാ കളർ വെച്ച സ്റ്റിക്കർ ഒട്ടിച്ചാൽ മതി. വീട്ടിലേക്കൊന്നും GPS വർക്ക് ചെയ്യാം. ഇടയ്ക്കിടയ്ക്കൊന്നും ഇവിടെ നിന്നൊക്കെ വരുമ്പോൾ ഈ ഹൈവേ ആയിട്ട് മറന്നു. നല്ല സുഖമാട്ടോ ഈ ഡിഫൻഡർ ഓടിക്കാൻ. നല്ല അട്രാക്ഷനൊക്കെ കിട്ടും. വളവൊക്കെ കളിച്ചാൽ കറക്റ്റ് വളഞ്ഞ് കിട്ടും. എത്ര കൊടുക്കും. നല്ലൊരു ബ്രേക്ക് വെച്ചിട്ടുണ്ട്. ആക്സിലേറ്റർ നേരെ തട്ടരുത്. മിറർ കാണില്ല. ഇതിൻ്റെ ഇതിലൊന്ന് മിറർ ആക്കിയതാണ്. മോനെ എന്താടാ ഇപ്പം തന്നെ തട്ടേനു. എന്തെങ്കിലും തെറ്റിപ്പോയി. ഇപ്പം തന്നെ കേസ് നമ്മളിപ്പോൾ ചത്തേനെ.
നിങ്ങൾക്ക് ബ്രേക്ക് പിടിക്കാത്ത ഞാൻ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഓരോ ഒന്ന് ഈ വണ്ടിയെ കുറിച്ച് നല്ല പറഞ്ഞ എന്തെങ്കിലും സംഭവിക്കും. വയ്യൊന്ന് തെറ്റിപ്പോയി നമ്മൾ ഈ പാലത്തിൻ്റെ ഇത് കൂടെ നമ്മൾ സിസ്റ്റത്തിൽ കയറിയിട്ട് മിററിനത് ആക്കുമ്പോഴത്തേനും വയ്യ. ഈ ഹൈവേ ഒക്കെ ആയതുകൊണ്ട് വഴി മാറാൻ നല്ല ചാൻസ് ഉണ്ട്. അതാണ് ഞാൻ GPS ഇട്ട്. നല്ല ട്രാഫിക് ഉണ്ട് കേട്ടോ. ഞാൻ അവിടുന്ന് ക്യാമറ വീഡിയോ എടുത്ത് വ്ളോഗ് എടുത്തത് ക്യാമറ ഓഫായിപ്പോയി, ചാർജ് ഇല്ലേനും. ഞാൻ വണ്ടിയിൽ കുറച്ചൊരു കുത്തിയിട്ടിട്ട് ഇപ്പം എടുത്തതാണ്. അയ്യോ ഇപ്പം ശരിക്കും തട്ടി. ഇതെന്ത് പണി ഇങ്ങനെ ഇവിടുത്തെ ആൾക്കാർക്ക് എന്താ ഒരു ഇതില്ലേ, ഇങ്ങനെ ബ്രേക്ക് അടിക്കുക ചെയ്യപ്പോ. നോക്കട്ടെ മിറർ പിന്നെ അവൻ എന്തിനുണ്ടേച്ചതാണോ. ഗ്ലാസ് ആ വൈബ്രേഷനിൽ ഗ്ലാസും പൊട്ടി. എടാ എന്തായിട്ടാ കളിക്കുന്നത്, വണ്ടി തട്ടിയില്ലേ, ഇങ്ങനൊക്കെ ഒന്ന് ബ്രേക്ക് അടിക്കുക. മിററൊക്കെ എന്തിനു കൊണ്ടുവച്ചതാ. സോറി മതി ഓറ് പറയണ്ട പോവാ പറഞ്ഞ നോക്കി പഠിപ്പിക്കാനുണ്ട്. നമുക്ക് ഇനി ഒന്നും ചെയ്യാനില്ല, നേരെ നമുക്ക് നാട്ടിൽ പോലീസ് സ്റ്റേഷൻ ഉണ്ടല്ലോ, നമ്മളെ SI നമ്മളറിയുന്ന ആളാണ്, റിലേറ്റീവാണ്. നേരെ അങ്ങോട്ട് പോവാൻ കംപ്ലൈൻറ്റ് ചെയ്യാം. വണ്ടി നമ്പർ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിക്കണം. പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്തു കേട്ടോ. പോ മെല്ലെ അപ്പുറത്ത് കൂടെ വിട്, എന്നിട്ട് കയറില്ല. ഹെഡ്ലൈറ്റ് ചാത്തങ്ങി പോയി ഗൈസ്. ഞാൻ വൈറ്റ് ലൈറ്റ് വിചാരിക്കേണ്ടത് ഇതെന്താ ഞാൻ ഇടിച്ചിട്ടൊന്നും ആവാത്ത, അത് എൻജിൻ്റെ ഉള്ളിലാണുള്ളത്. അതിൻ്റെ ഫ്ലാഷാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ലൈറ്റിനൊന്നും സംഭവിച്ചില്ല. ഹെഡ്ലൈറ്റും ഇപ്പം തന്നെ പോകേണ്ടത് അതിന് ജസ്റ്റാണ്. നോക്കിയെടുക്കാം ബസ്. ഇപ്പം തന്നെ ഇപ്പം അടുത്ത തട്ടി ഫസ്റ്റ് മിസ്റ്റേക്ക്. ഇവർക്കൊക്കെ എന്തല്ലേ മര്യാദയ്ക്ക് പോയില്ലെങ്കിൽ പിന്നെ അടുത്ത പണി നമ്മൾ നാടെത്തിക്കണം. നേരെ പോലീസ് സ്റ്റേഷൻ, ആ ടണലിൻ്റെ അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ ഉണ്ടല്ലോ, അവിടെ നേരെ പോവാം. വണ്ടി നമ്പറും നോട്ട് ചെയ്ത് വെച്ചിങ്ങനെ എയർപോർട്ടിൽ കൂടെ എടുക്കാം. ചെറിയ എന്തെങ്കിലുമൊക്കെ സൗണ്ട് ഉണ്ടാവും. ഞാൻ വ്ളോഗ് ക്യാമറയിലെടുത്തിട്ട് പിന്നെയാണ് ഇത് വോയിസ് ഓവർ ചെയ്യുന്നത്. ചെറിയ എന്തെങ്കിലുമൊക്കെ സൗണ്ട് ഉണ്ടാവും. പാർക്ക് ചെയ്യുക. അതാണ് നമ്മളെ സിറ്റി പോലീസ് സ്റ്റേഷന്. SC രവീന്ദ്രൻ ഉണ്ടല്ലോ, അയാളുടെ അടുത്ത് പോയി കംപ്ലൈൻറ്റ് ചെയ്യും. ഒരു പെട്ട് അയാൾ ക്യാബിനൊരു ഔട്ടാണ്, ഞാൻ പറഞ്ഞിട്ട് വരും. ഇപ്പോൾ നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്ത് അവിടെ നീ ഇപ്പോൾ ആദ്യം ഒരു വണ്ടി നന്നായിക്കൂടെ, അപ്പത്തിനും ഞാൻ കംപ്ലൈൻ്റൊക്കെ എഴുതിക്കോളാം. ഇത് കൂടെ നമ്മൾ നേരെ വർഷത്തിൻ്റെ വഴിയാണ്.
പോട്ടോ പണിയാവും കാണിച്ച വണ്ടി നമ്പർ ഞാൻ കൊടുത്തിരുന്നു. നന്നാക്കിക്കണം. പിന്നെ ഇതിൻ്റെ മിറർ പിന്നെ ഇത് മിറർ നമ്മൾ ഡിവൈസിലാണ് ആക്കണത്. ഓഫാക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ അത് ഡിജിറ്റൽ മിററാണ്. ഓഫാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ആ ഡിജിറ്റൽ ബ്ലാക്ക് ആവും. ഓണാക്കിയാലാണ് മിററാവും. പക്ഷെ മിററൊന്നും കിട്ടണില്ല. മിററാവാം. ഏതാ പവർ വണ്ടി പറന്നൊക്കെ പോകുന്നു. നമുക്ക് എയർപോർട്ടിൻ്റെ ആയിക്കൂടെ തന്നെ നേരെ വീട്ടിലാക്കും മോട്ടോർസ്. ഈ മാപ്പ് അപ്പുറത്ത് കൂടെ ഒക്കെ പോകാൻ പറയും. എന്താണ് നേരത്തെ എൻ്റെ ഇത് കൂടെ പോകണ്ട അപ്പുറത്ത് ചുറ്റി വരണം. എനിക്കെന്താ പട്ടോ. ഈ റോഡ് എനിക്ക് ഭയങ്കര രസം. ഇങ്ങനെ കൊടുത്ത് ഫീണോന്ന് പറഞ്ഞ് പോവുക. എൻ്റെ ഡെയിലിരിക്കും ഇപ്പുറത്തൊന്നും ഒരു വണ്ടിയില്ല. അല്ലെങ്കിൽ നേരത്തെ തോര ബ്രേക്ക് അടിക്കും. അന്നൊരു ദിവസം ഇതേപോലെ നല്ല പവർ എന്തിനും അർജൻറ്റായി പോയിരുന്നു വീട്ടിലേക്ക്. അപ്പോൾ അപ്പം തന്നെയാണ് ബ്രേക്ക് വെച്ചു. ഞാനാണെങ്കിൽ എന്തോ മൈൻഡിൽ എന്തോ ആണ് ബ്രേക്ക് അടിച്ച്. ഓനവിടെ ബ്രേക്ക് അടിച്ച് എനിക്ക് ബ്രേക്ക് കിട്ടിയില്ല. നേരെ ഇതേപോലെ തന്നെ പോയി ചാടി. അതും ആ സിവിക്കായിരുന്നു. സിവിക്ക് നിങ്ങളെ കണ്ടിട്ട് സിവിക്ക് ഞാൻ കൊടുത്തിട്ട് ഒരു ചെറിയ ആ PM എടുക്കാൻ വേണ്ടി ഞാൻ കൊടുത്തില്ല. എൻ്റെ ഇടയിൽ ഓഫായി. ചെറിയൊരു ക്ലച്ച് ചവിട്ടൽ പ്രശ്നമുണ്ട് ഇതില്ല. മെല്ലെ പോകുമ്പോൾ നല്ല ക്ലച്ച് ചവിട്ടിയിട്ട് കുറഞ്ഞ 2 ലെറ്ററാണ്. ഇതാണ് വീട്. ലാസ്റ്റ് വീഡിയോയിൽ കണ്ടവർക്കറിയാം. കാണാത്തവരൊന്നുമില്ല. കഴിഞ്ഞ വീഡിയോ പിന്നെ BM എടുക്കണ വീഡിയോ കാണാത്തവർ നേരെ ആ വീഡിയോ ചെക്കൗട്ട് ചെയ്യും കേട്ടോ. ഇതൊന്ന് ഓഫായി. അപ്പം ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. അടുത്ത വീഡിയോയിലേക്കും വരുന്നവരെ ബൈ.